ഹായ് ഫ്രണ്ട്സ്, വെൽക്കം ബാക്ക് ടു nisthagallery. അപ്പോൾ ഞാനിത് ഫ്രൈഡേ ഷൂട്ട് ചെയ്ത വീഡിയോ ആണ്. മോൾക്ക് ഓൺലൈൻ ക്ലാസ് ആണെന്ന്, ഹസ്ബൻഡിന് ഓഫീസുള്ളൊരു ഡേ ആണ്. ഞാൻ കിച്ചണിൽ വന്നാൽ പതിവ് പോലെ എൻ്റെ തലേന്ന് കഴുകി വെച്ച പാത്രങ്ങളൊക്കെ ഫസ്റ്റ് എടുത്ത് വെക്കുകയാണ് ചെയ്യുന്നത്. അപ്പോൾ ആദ്യം പെട്ടെന്നൊന്നത് എടുത്ത് വെക്കട്ടെ. അപ്പോൾ ഇതിൽ ഞാനൊരു എഗ് ഫ്രൈഡ് റൈസിൻ്റെ റെസിപ്പി കൊടുത്തിട്ടുണ്ട്. അപ്പോൾ ഇന്ന് ലഞ്ചിലേക്ക് അതാണ് കൊടുത്തു വിടുന്നത്. അപ്പോൾ ഞാൻ തലേന്ന് തന്നെ വെജിറ്റബിൾസ് എല്ലാം കട്ട് ചെയ്ത് ഇതുപോലെ ഒരു പ്ലേറ്റിലാക്കി ഫ്രിഡ്ജിൽ വെച്ചിട്ടുണ്ട്. അതുപോലെ റൈസും വേവിച്ച് വെച്ചിട്ടുണ്ടായിരുന്നു. അപ്പോൾ എഗ്ഗ് ഫ്രൈഡ് റൈസ് ആണല്ലോ കൊടുക്കുന്നത്. അപ്പോൾ അതിന് വേണ്ടിയിട്ട് ഞാനൊരു 4 മുട്ട എടുത്തിട്ടുണ്ട്. അതിലേക്ക് കുറച്ച് ഉപ്പും കുരുമുളകും ഇട്ടിട്ട് നല്ലപോലെ ബീറ്റ് ചെയ്തിട്ടുണ്ട്. അപ്പോൾ ഫ്രൈഡ് റൈസ് ഉണ്ടാക്കുന്ന ഏത് പാത്രത്തിലാണ് അതിൽ തന്നെയാണ് ഞാൻ ഈ എഗ്ഗ് സ്ക്രാമ്പിൾ ചെയ്തെടുക്കുന്നത്. അപ്പോൾ കുറച്ച് ഓയിൽ ഒഴിച്ച് കൊടുത്ത് നമ്മൾ ഈ ബീറ്റ് ചെയ്ത് വെച്ച എഗ്ഗ് മിക്സ് ഒഴിച്ച് കൊടുത്തിട്ടുണ്ട്. അപ്പോൾ നല്ലപോലെ ഇതൊന്ന് സ്ക്രാമ്പിൾ ചെയ്തെടുക്കാം. ഇങ്ങനെ എഗ്ഗ് സ്ക്രാമ്പിൾ ചെയ്തത് ഞാൻ ഒരു പ്ലേറ്റിലേക്ക് മാറ്റി വെച്ചിട്ടുണ്ട്. ഇനി അതായത് സെയിം പാനിൽ തന്നെ നമുക്ക് കുറച്ചുകൂടി ഓയിൽ ഒഴിച്ച് കൊടുക്കാം. പിന്നെ അതിലേക്ക് ഒരല്പം ഗീയും ചേർത്ത് കൊടുക്കാം. ഇനി ഇതിലേക്ക് ഒരു വെളുത്തുള്ളി ഇതുപോലെ സ്ലൈസ് ചെയ്തായിരുന്നത് ഇട്ട് കൊടുത്തിട്ട് ഒന്ന് ചെറുതായിട്ടൊന്ന് വഴറ്റിയെടുക്കാം. ഇനി ഇതിലേക്ക് സവാളയും പച്ചമുളകും അരിഞ്ഞത് ഇട്ട് കൊടുക്കാം. അതും ചേർത്തൊന്ന് നല്ലപോലെ വഴറ്റിയെടുക്കാം. അങ്ങനെ നമ്മുടെ സവാളയും പച്ചമുളകും ഒന്ന് വഴഞ്ഞ് കിട്ടിയിട്ടുണ്ട്. ഇനി അതിലേക്ക് നമ്മൾ കട്ട് ചെയ്ത് വെച്ച ക്യാരറ്റും ഇട്ട് കൊടുക്കാം. ഒന്നുകൂടി ഒന്ന് വഴറ്റിയെടുക്കാം. ക്യാരറ്റും ചെറുതായിട്ടൊന്ന് വഴഞ്ഞ് വന്നിട്ടുണ്ട്. ഇനി അതിലേക്ക് അരിഞ്ഞ് വെച്ച ക്യാബേജും ക്യാപ്സിക്കവും ചേർത്ത് കൊടുക്കാം. ഈ വെജിറ്റബിൾസൊക്കെ നല്ല പോലെ വഴറ്റിയെടുക്കേണ്ട ആവശ്യമില്ല, ചെറിയ രീതിയിൽ വഴറ്റിയെടുത്താൽ മതി. കാരണം നമുക്ക് ഫ്രൈഡ് റൈസ് കഴിക്കുമ്പോൾ അതിലൂടെ ആ ഒരു വെജിറ്റബിൾസൊക്കെ കടിക്കുമ്പോൾ നല്ല ടേസ്റ്റ് ആയിരിക്കും. അപ്പോൾ ഇനി ഇതിലേക്ക് ആവശ്യത്തിനുള്ള ഉപ്പും ചേർത്ത് കൊടുക്കാം. ഇനി ഉപ്പും ചേർത്ത് നല്ലപോലെ മിക്സ് ചെയ്തിട്ടുണ്ട്. ഇനി ഞാൻ പറഞ്ഞില്ലേ, റൈസ് ഞാൻ രാത്രി തന്നെ വേവിച്ച് വെച്ചിട്ടുണ്ടായിരുന്നു. അപ്പോൾ അത് ഈ മിക്സിയിലേക്ക് ഇട്ട് കൊടുക്കാം. ഇനി ഇതൊന്ന് നമുക്ക് പതിയെ മിക്സ് ചെയ്തെടുക്കാം. നോർമലി ഫ്രൈഡ് റൈസ് കുക്ക് ചെയ്യുമ്പോൾ സ്പൂൺ വെച്ചിട്ട് അധികം മിക്സ് ചെയ്യരുതെന്നാണ് പറയുക, കാരണം റൈസൊക്കെ പൊട്ടിപ്പോകും. അപ്പോൾ ഇതുപോലെ നമുക്കൊന്ന് മിക്സ് ചെയ്ത് കൊടുക്കാം. ഇനി ഇതിലേക്ക് ആവശ്യത്തിനുള്ള കുരുമുളക് പൊടി ചേർത്ത് കൊടുക്കാം. പിന്നെ ഒരു 2 ടീസ്പൂൺ അളവിൽ സോയാ സോസും ചേർത്ത് കൊടുക്കാം. ഒന്നുകൂടി ഇത് നല്ലപോലെ ഒന്ന് മിക്സാക്കി എടുക്കാം. അങ്ങനെ അത് മിക്സ് ചെയ്തെടുത്തിട്ടുണ്ട്. അങ്ങനെ നമ്മുടെ മുട്ട സ്ക്രാമ്പിൾ ചെയ്തത് ഇതിലേക്ക് ഇട്ട് കൊടുത്ത് വീണ്ടും ഒന്ന് മിക്സ് ചെയ്തെടുക്കാം. അങ്ങനെ നമ്മുടെ എഗ് ഫ്രൈഡ് റൈസ് ഇവിടെ റെഡി ആയിട്ടുണ്ട്. ഇതിനെ അടച്ചു വെക്കാം. അപ്പോൾ ഞാനിന്ന് ഫ്രൈഡ് റൈസിൻ്റെ കൂടെ സൈഡായിട്ട് കൊടുക്കുന്നത്, രാത്രി നമ്മൾ ചിക്കൻ റോസ്റ്റ് ആയിരുന്നു ഉണ്ടാക്കിയിട്ടുള്ളത്, അതുണ്ടായിരുന്നു, അത് ചൂടാക്കാൻ വെച്ചിട്ടുണ്ടായിരുന്നു. അപ്പോൾ അതിവിടെ നല്ലപോലെ ചൂടായി വന്നിട്ടുണ്ട്. അങ്ങനെ ലഞ്ചിലേക്കുള്ള പരിപാടിയെല്ലാം റെഡി ആയിട്ടുണ്ട്. ഇനി ബ്രേക്ക്ഫാസ്റ്റിന് വേണ്ടിയിട്ട് ഇന്ന് ഉപ്മാവാണ് ഉണ്ടാക്കുന്നത്. അപ്പോൾ അതും പെട്ടെന്ന് തന്നെ റെഡിയാക്കി എടുക്കുകയാണ്. അപ്പോൾ അതിൻ്റെ വീഡിയോ ഒന്നും ഞാൻ കാര്യമായിട്ട് ഇതിൽ ഇൻക്ലൂഡ് ചെയ്തിട്ടില്ല. ഉപ്മാവൊക്കെ എല്ലാവർക്കും അറിയുന്നതായിരിക്കുമല്ലോ. അപ്പോൾ അങ്ങനെ ഉപ്മാവും റെഡിയാക്കിയതിന് ശേഷം ഞാനിവിടെ പാത്രങ്ങളൊക്കെ കഴുകി വെക്കുകയാണ്. ഇതിൻ്റെ ഇടയിൽ ഹസ്ബൻഡിനെയും മോളെയൊക്കെ വിളിച്ചിട്ടുണ്ട്. അപ്പോൾ എല്ലാവരും റെഡി ആയിക്കൊണ്ടിരിക്കുകയാണ്. അങ്ങനെ പാത്രങ്ങളൊക്കെ കഴുകി വെച്ചതിന് ശേഷം ഹസ്ബൻഡിൻ്റെ ലഞ്ച് പാക്ക് ചെയ്യാണ്. നമ്മൾ തയ്യാറാക്കി വെച്ച ഫ്രൈഡ് റൈസും ആ ചിക്കൻ റോസ്റ്റും പാക്ക് ചെയ്യാം. Breaking, but you're faking. Nothing's ever
അങ്ങനെ പിന്നെ ഞാൻ വീഡിയോ എടുക്കുന്നത് ഹസ്ബൻഡൊക്കെ ഓഫീസിൽ പോയി, മോൾ ഓൺലൈൻ ക്ലാസ് ആണെന്ന് പറഞ്ഞു അവൾ ക്ലാസ്സിനൊക്കെ ഇരുന്ന് അവൾ ക്ലാസ് അറ്റൻഡ് ചെയ്തുകൊണ്ടിരിക്കുകയാണ്. അപ്പോൾ ഈ സമയത്ത് ഞാൻ എൻ്റെ ബ്രേക്ക്ഫാസ്റ്റ് കഴിക്കുകയാണ്. നല്ല ഉപ്മാവും അതിൻ്റെ കൂടെ ഞാൻ സൈഡായിട്ട് കുറച്ച് നാരങ്ങ അച്ചാർ എടുത്തിട്ടുണ്ട്, അതും ചായയും കഴിക്കുകയാണ്. അപ്പോൾ മോള് ഇടയിൽ ഒരു ബ്രേക്ക് ഉണ്ട്, ആ സമയത്താണ് ബ്രേക്ക്ഫാസ്റ്റ് കഴിക്കുക. അതിന് മുൻപ് ജസ്റ്റ് പാല് കുടിച്ചിട്ട് ക്ലാസ്സിന് അറ്റൻഡ് ചെയ്തത്. അതൊക്കെ കഴിഞ്ഞതിന് ശേഷം ഞാൻ ഇന്ന് ക്ലീനിങ് ഡേ ആണ് എൻ്റെ, അപ്പോൾ ബെഡ്ഷീറ്റൊക്കെ മാറ്റിപ്പിരിക്കുകയാണ്. അങ്ങനെ ബെഡ്ഷീറ്റൊക്കെ വിരിച്ച് റെഡിയാക്കിയിട്ടുണ്ട്. ഇനി ക്ലീനിങ് തുടങ്ങണം. അപ്പോൾ ഇതിന് വേണ്ടിയിട്ട് ക്ലീൻ ചെയ്യാൻ വേണ്ടിയിട്ട് ഞാൻ ഈ സ്പ്രേ ബോട്ടിലിൽ കുറച്ച് നമ്മുടെ ഡിഷ് വാഷ് ലിക്വിഡും പിന്നെ വിനാഗിരിയും വെള്ളവും ചേർത്ത് ഉണ്ടാക്കിയെടുത്തതാണ്. ഇത് വെച്ചിട്ടാണ് ഞാൻ ക്ലീൻ ചെയ്യാറുള്ളത്. ഞാനിത് യൂട്യൂബിൽ കണ്ടിട്ട് തന്നെ റെഡിയാക്കിയതാണ്. അപ്പോൾ എനിക്കിത് നല്ല ഒരു അടിപൊളി മെത്തേഡായിട്ട് തോന്നിയിട്ടുണ്ട്. അപ്പോൾ അത് വെച്ചിട്ട് ടി വി സ്റ്റാൻഡും പൊടിവാരി സ്ഥലങ്ങളിലൊക്കെ ഇത് വെച്ചിട്ടാണ് ക്ലീൻ ചെയ്യുന്നത്. അപ്പോൾ അതൊക്കെ ഒന്ന് നമുക്ക് വേഗം പെട്ടെന്ന് തന്നെ ചെയ്തെടുക്കാം. ടി വി സ്റ്റാൻഡൊക്കെ ക്ലീൻ ചെയ്തതിന് ശേഷം ടാബിൾ ക്ലീൻ ചെയ്തെടുക്കുകയാണ്. ഇത് മോളുടെ സ്റ്റഡി ടേബിളാണ്, റൂമിലാണ് അത് ഇട്ടിട്ടുള്ളത്. അപ്പോൾ അവൾ ക്ലാസ്സിനിരിക്കുന്ന സമയത്ത് മോൻ ഉറങ്ങുന്നത് കൊണ്ട് അവൾ ഹാളിലാണ് ഇരുന്നിട്ടുണ്ടായത്. അതിന് ഞാനതൊക്കെ അവിടെ ഒന്ന് ക്ലീൻ ചെയ്തെടുക്കുകയാണ്. എൻ്റെ ഇടയിൽ മോനും എഴുന്നേറ്റിട്ടുണ്ട്. ഇങ്ങനെ പൊടി തുടക്കലൊക്കെ കഴിഞ്ഞിട്ടുണ്ട്. ഇനി നമുക്ക് ഫാനിൻ്റെ പൊടി തുടക്കണം. അപ്പം ഞാനിതുപോലെ ചെയർ വെച്ചിട്ട് ആ സ്പ്രേ ബോട്ടിലിൽ സ്പ്രേ യൂസ് ചെയ്തിട്ട് തന്നെയാണ് ഫാനും എല്ലാം ക്ലീൻ ചെയ്തെടുക്കാറുള്ളത്. ഞാൻ ആഴ്ചയിൽ ഒരു പ്രാവശ്യം ഇതുപോലെ എല്ലാം ക്ലീൻ ചെയ്തെടുക്കുന്നതാണ്. ഫാനും എല്ലാം ഇതുപോലെ ക്ലീൻ ചെയ്തെടുക്കാറുണ്ട്. അപ്പോൾ ഫാന് ക്ലീൻ ചെയ്തതിന് ശേഷം അതൊന്ന് സ്വിച്ച് ഓൺ ആക്കുക. അപ്പോൾ അതിൻ്റെ മേലെയുള്ള പൊടികളൊക്കെ ഉണ്ടെങ്കിൽ ഒന്ന് പോകാൻ വേണ്ടിയിട്ട്. അപ്പോൾ അത് കഴിഞ്ഞ് പിന്നെ ഇനി നമ്മുടെ ഡോർസ് എല്ലാം ഇതുപോലെ ആ ലിക്വിഡ് വെച്ചിട്ട് ക്ലീൻ ചെയ്തെടുക്കുകയാണ് ചെയ്യുക. അങ്ങനെ ഹോളും റൂമും ഒക്കെ ക്ലീൻ ചെയ്തതിന് ശേഷം ഇനി കിച്ചൻ്റെ കബേർഡൊക്കെ ഇതുപോലെ തുടച്ചെടുക്കും. കബേർഡിൻ്റെ ഉള്ളിലൊന്നും ക്ലീൻ ചെയ്യുന്നില്ല, ജസ്റ്റ് പുറത്തുള്ള പൊടികൾ മാത്രം ക്ലീൻ ചെയ്യണം. അതുപോലെ ഓവനും ഒക്കെ ഒന്ന് തുടച്ചെടുത്ത് വൃത്തിയാക്കിയിട്ട്. അപ്പോൾ ഇന്ന് ഗ്യാസ് ക്ലീൻ ചെയ്യേണ്ട ഡേ ആയിരുന്നു. അപ്പോൾ ആദ്യം നമുക്കതൊന്ന് വൃത്തിയാക്കണം. അപ്പോൾ നമ്മൾ കുക്ക് ചെയ്ത പാത്രങ്ങളൊക്കെ ഉണ്ടല്ലോ അതെല്ലാം അവിടെ നിന്ന് മാറ്റിയിട്ട് നമുക്ക് ഗ്യാസ് ഒന്ന് ക്ലീൻ ചെയ്തെടുക്കാം. ഗ്യാസ് ഞാൻ 2 വീക്സ് കൂടുമ്പോഴാണ് ക്ലീൻ ചെയ്യാറുള്ളത്. അപ്പോൾ ഇത് ഇന്ന് ക്ലീൻ ചെയ്തെടുക്കാമെന്ന് വെച്ചു. ഞാൻ സാധാരണ ഡിഷ് വാഷ് ലിക്വിഡും പിന്നെ ജിഫും ചേർത്തിട്ടാണ് ഇത് ക്ലീൻ ചെയ്യാറുള്ളത്. നമ്മുടെ സ്ക്രബ്ബർ വെച്ചിട്ട് നല്ലപോലെ ക്ലീൻ ചെയ്തെടുക്കും. പിന്നെ നമ്മൾ ഈ പഴയ ടീഷർട്ടൊക്കെ ഉണ്ടാവില്ലേ കുട്ടികളുടെ, അത് എടുത്തിട്ട് ഇതുപോലെ നനച്ച് ആ ലിക്വിഡൊക്കെ അതിൽ നിന്നും തുടച്ചെടുക്കുകയാണ് ചെയ്യുക. പിന്നെ നമുക്ക് ആ ടീഷർട്ട് അങ്ങ് കളഞ്ഞാൽ മതിയല്ലോ. അപ്പോൾ അങ്ങനെ ഗ്യാസെല്ലാം നല്ലപോലെ ക്ലീൻ ചെയ്തെടുത്തിട്ടുണ്ട്. ഇനി നമുക്ക് ഈ ബർണറൊക്കെ അതിൻ്റെ മേലെ ഒന്ന് വെക്കാം. പിന്നെ അതിനുശേഷം ഞാൻ കിച്ചൺ സ്ലാബൊക്കെ നല്ലപോലെ തുടച്ചെടുത്തിട്ടുണ്ട്. അപ്പോൾ എൻ്റെ കിച്ചണൊക്കെ നല്ലപോലെ ക്ലീനായിട്ട് വന്നിട്ടുണ്ട്. ഇനി തലേന്ന് അലക്കിയിട്ട തുണിയൊക്കെ എടുക്കാനുണ്ടായിരുന്നു. അപ്പോൾ അതൊക്കെ ഒന്ന് എടുത്ത് വേഗം മടക്കി വെക്കുകയാണ്. ഇതിൻ്റെ ഇടയിൽ മോളുടെ ബ്രേക്ക് ടൈം ഉണ്ടായിട്ട് അവൾ ബ്രേക്ക്ഫാസ്റ്റ് കഴിച്ചിട്ട് വീണ്ടും ക്ലാസ്സിലിരുന്ന്. അപ്പോൾ ക്ലാസ്സൊക്കെ കഴിഞ്ഞിട്ടുണ്ട്. എൻ്റെ ക്ലീനിങ് ഒക്കെ കഴിയുമ്പോഴേക്കും അവളുടെ ക്ലാസ്സും കഴിഞ്ഞിട്ടുണ്ട്. അപ്പോൾ ഞാൻ ഇനി എല്ലാം എല്ലാവരും അവിടുന്ന് അടിച്ചു വാരി ഒന്ന്
ഫുള്ളായിട്ട് തുടച്ചെടുക്കുകയാണ്. അങ്ങനെ തുടക്കലൊക്കെ കഴിഞ്ഞ് പിന്നെ ബാത്റൂമൊക്കെ ക്ലീൻ ചെയ്തു, കുളിച്ചു, നിസ്കരിച്ചു. അപ്പോൾ നമ്മൾ ലഞ്ച് കഴിക്കാൻ പോകണം. ലഞ്ചിൻ്റെ ടൈം ആയിട്ടുണ്ട്. അപ്പോൾ രാവിലെ ഉണ്ടാക്കിയ എഗ് ഫ്രൈഡ് റൈസും ചിക്കൻ റോസ്റ്റും തന്നെയാണ്. അപ്പോൾ ഞാനും കുട്ടികളും ഒരുമിച്ചാണ് കഴിക്കുന്നത്. പിന്നെ ഇതിന് ശേഷം ഞാൻ വീഡിയോ ഒന്നും കാര്യമായിട്ട് എടുത്തിട്ടില്ല. അപ്പോൾ ഇത്രയൊക്കെ ഉള്ളൂ. അപ്പോൾ എൻ്റെ ഈ വീഡിയോ എല്ലാവർക്കും ഇഷ്ടമായെന്ന് കരുതുന്നു. ആദ്യമായിട്ടാണ് വീഡിയോ കാണുന്നതെങ്കിൽ നമ്മുടെ ചാനലൊന്ന് സബ്സ്ക്രൈബ് ചെയ്യുക. ഫ്രണ്ട്സിനും റിലേറ്റീവ്സിനൊക്കെ ഈ വീഡിയോ ഷെയർ ചെയ്യുക. പുതിയ വീഡിയോസുമായി വീണ്ടും കാണാം. താങ്ക് യു ഫോർ വാച്ചിങ്.